സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ KVL ആൻഡ് KCL ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ KVL ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. KVL എന്ന് പറഞ്ഞാൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അതായത് സം ഓഫ് ഓൾ വോൾട്ടേജസ് ഓർ വോൾട്ടേജ് ഡ്രോപ്പ് അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻ എ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു 0. അതാണ് KVL. സോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഡിറ്റർമൈൻ ദ അൺനോൺ വോൾട്ടേജ് ഡ്രോപ്പ് V1. ഇവിടെ ഇതാണ് V1. ഈ V1 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കറണ്ട് കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 30 വോൾട്ട്, ഇത് നമ്മൾ 30 -2 -1 -V1 -3 -5 ഈക്വൽ ടു 0. അതായത് അപ്പോൾ V1 ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ V1 ഈക്വൽ ടു 30 -2 -1 -3 -5, അതായത് V1 ഈക്വൽ ടു 19 വോൾട്ട്. അടുത്തത് KVL ബേസ് ചെയ്ത് തന്നെയുള്ള ഒരു പ്രോബ്ലമാണ്. ഇൻ ദ സർക്യൂട്ട് ഗിവൺ ഇൻ ഫിഗർ ഫൈൻഡ് കറണ്ട് I ആൻഡ് വോൾട്ടേജ് അക്രോസ് 30 ohm. അതായത് ഇപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന സർക്യൂട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കണം. കാരണം വെച്ചാൽ ഇതിങ്ങനെ അനലൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 40 വോൾട്ട്, പിന്നെ അത് കഴിഞ്ഞ് 8 ohm കഴിഞ്ഞ് നേരെ വരുന്നത് 100 വോൾട്ടിൻ്റെ പോസിറ്റീവ് പോളാരിറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരെ 100 വോൾട്ട്, അത് കഴിഞ്ഞ് 2 ohm കഴിഞ്ഞ് 30 ohm, അവിടുന്ന് നേരെ 40 വോൾട്ടിൻ്റെ നെഗറ്റീവ് പോളാരിറ്റിയിലേക്കാണ് പോയേക്കുന്നത്. പിന്നെ ഇവിടെ ഡയറക്ഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സെയിം ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഇവിടെ പോസിറ്റീവിൽ നിന്നാണ് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള പൊളാരിറ്റി നമ്മളെങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കുമല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ആ രീതിയിൽ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. പിന്നെ KVL ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ KVL അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ 100 -8I. ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ഒരു കറണ്ട് I ആയിട്ട് അസ്യൂം ചെയ്തേക്കണം. അപ്പോൾ 100 -8I -40 -30I -2I ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ 8I 30I 2I അത് 3 അപ്പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 60 ഈസ് ഈക്വൽ ടു 40 എന്ന് വരും. അതായത് 100 -40 60, പിന്നെ 8 + 2 10 -10 -30 എന്ന് പറഞ്ഞാൽ 40I. അപ്പോൾ 60 ഈക്വൽ ടു 40I. അപ്പോൾ I എന്ന് പറയുമ്പോൾ 60 / 40 എന്ന് പറയുമ്പോൾ 1.5 ആംപിയർ കിട്ടും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 30 ohm, ഈ 30 ohm റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ കറണ്ട് 1.5 ആംപിയർ എന്ന് കണ്ടുപിടിച്ചു. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 ohm എന്നും കിട്ടി. അപ്പോൾ 30 × 1.5 45 വോൾട്ടാണ് ഈ 30 ohm റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഡിറ്റർമൈൻ ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന സർക്യൂട്ട് ഇതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഒരു കറണ്ടിൻ്റെ ഫ്ലോ, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയെന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോ റെസിസ്റ്ററിൻ്റെ തുടക്കത്തിൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ അതിൻ്റെ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ റെസിസ്റ്ററും ഒരെണ്ണം മെഗാ ഓമിലോ ഒരെണ്ണം കിലോ ഓമിലോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കിലോ ഓമിലുള്ള 2 റെസിസ്റ്ററും അതായത് മെഗാ ഓമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ KVL അപ്ലൈ ചെയ്യണം. അപ്പോൾ KVL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 10 വോൾട്ട്, അതായത് 10 - I 1I 10 - 1I -3.1I -0.4I -0.5I ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ 10 ഈക്വൽ ടു ഈ എല്ലാത്തിനെയും ഇപ്പുറത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ഈക്വൽ ടു I + 3.1I + 0.4I + 0.5I ഈക്വൽ ടു 10 എന്ന് വരും. അപ്പോൾ 10 ഈക്വൽ ടു 5I എന്ന് പറയും. I ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 മൈക്രോ ആംപിയർ. ഈ മൈക്രോ ആംപിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ 10/5 മെഗാ ഓം എന്നാണ് കിട്ടുക. നമുക്ക് മെഗാ ഓം റേഞ്ചിലാണല്ലോ റെസിസ്റ്റൻസ് ഉള്ളത്. മെഗാ ഓം എന്ന് പറഞ്ഞാൽ × 10⁶ ആണ്. അപ്പോൾ 2 × 10⁶ ആണ് ഈ
ആംബിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 മൈക്രോ ആംബിയർ ആണ് കറണ്ട് നമുക്ക് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ. ഇനി നമ്മൾ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IR ആണ്, അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ് വോൾട്ടേജ്. അപ്പോൾ 1 മെഗാ ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1 × 2, അതായത് 1 മെഗാ ഓം ഇൻറ്റു 2 മൈക്രോ ആംബിയർ, അതായത് 2 വോൾട്ട്. ഇനി വോൾട്ടേജ് അക്രോസ് 3.1 മെഗാ ഓം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 3.1 × 2, അതായത് 6.2 വോൾട്ട്. അങ്ങനെ നമ്മൾ 400 കിലോ ഓം റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും 500 കിലോ ഓം റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്.